MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് രണ്ട് മരുമോന്മാരുടെ കഥയാണ്. ഒരാൾ അമ്മാവനെ കൊല്ലുന്നു, മറ്റേയാൾ അമ്മാവൻ്റെ കീർത്തി വാനോളം ഉയർത്തിയത്. ആ രണ്ട് മരുമോന്മാരുടെ കഥയാണ് പറയുന്നത്. അഥവാ ഒരു മരുമോനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട മറ്റൊരു മരുമോൻ്റെ കഥ. അപ്പോൾ സന്ദർഭം മനസ്സിലായില്ലേ? അപ്പോൾ വേറെ അലങ്കാരങ്ങളൊന്നും വേണ്ട, കഥയിലേക്ക് കടക്കാം. കേരളത്തിൽ ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ജിക്ക് തോന്നിയത്, കേരളത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു അവികസിത പ്രദേശമല്ലേ, ഒരുപാട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യണം എന്ന് തോന്നുന്നത്. പ്രധാനമന്ത്രി ജി അല്ലേ കൽപ്പിക്കുന്നത്? കാര്യങ്ങൾ വെടിപ്പായി നടന്നു. സംസ്ഥാനത്തോട് ലിസ്റ്റ് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ്. അത് കൃത്യമായി കൊടുക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൽ നിന്നും ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വരാൻ വൈകുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രി ലിസ്റ്റ് വരാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിൽ ഒന്ന് സംസ്ഥാനത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു. ഒരു ഉമ്മൻചാണ്ടി ഉദ്ഘാടനം. मुझे बहुत गर्व है, अब पूरा देश और दुनिया इस महान राज्य को കേരളം कहकर पुकार रहा है. മന്ത്രിസഭ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി ഓടി നടന്ന് ഉദ്ഘാടന മഹാമേള സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ കേരളത്തിൽ ഇലക്ഷൻ വരികയാണ്, ഉദ്ഘാടനങ്ങൾ നടത്താം, പുതിയ പദ്ധതികളും നടത്താം. BJPക്ക് ഒരു താങ്ങ്, അത്രയേ ഉള്ളൂ അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ഉമ്മൻചാണ്ടി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു ഫലിതം പറയാം. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം നടക്കുന്നു. അത് നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഒരു പയ്യൻ വന്ന് ചോദിച്ചു പോലും, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞല്ലോ, അച്ഛൻ ചോദിച്ചു പശുവിനെ കെട്ടിക്കോട്ടേ എന്ന്. അപ്പോൾ ആ ഉദ്ഘാടനം നടത്ത വിമാനത്താവളത്തിൻ്റെ ഗതി അല്ലെ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കൂ. അതുപോലെ ഇനിയും നാഷണൽ ഹൈവേയിൽ റീച്ചുകൾ ഇനിയും തീരാനുണ്ട്. ഈ ഉദ്ഘാടനം ഇലക്ഷന് വേണ്ടി ഉള്ളതാണ്. ശരിയായ ഉദ്ഘാടനം വീണ്ടും നടക്കും. ഇനിയാണ് കളി. കേന്ദ്ര PWD ഡിപ്പാർട്ട്മെൻറ്റിലെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് സ്റ്റേറ്റ് PWD. ഈ രണ്ട് മന്ത്രിമാർ, കേന്ദ്ര PWD മന്ത്രിയെയും സ്റ്റേറ്റ് PWD മന്ത്രിയെയും നൈസായിട്ട് അവർ അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് കേരളത്തിൽ NH വരുന്നതിനെ നഖസിദ്ധാന്തം എതിർത്ത BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ അതിൽ ഉൾപ്പെടുത്തി. കീഴാറ്റൂർ സമരവും NHനു വേണ്ടി സ്ഥലമെടുപ്പ് നിർത്തിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതും ഈ BJP തന്നെയാണ്. കേരളത്തിലെ PWD മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസിനെ തഴഞ്ഞ് ആണ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ആ കസേരയിൽ കയറി ഇരുന്നത്. അത് മനസ്സിലാകുന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫലകത്തിൽ PWD മിനിസ്റ്റർ ഫോർ കേരള എന്ന് അഡ്രസ്സിൽ റിയാസിൻ്റെ പേർ ഉണ്ട്. എന്നാൽ BJP പ്രസിഡൻ്റായ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേർ ഇല്ല താനും. ഒരു ഉളുപ്പും ഇല്ലാതെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, സ്റ്റേറ്റ് ഹെഡിനെ ക്ഷണിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമോനെ ക്ഷണിക്കണമെന്ന് അറിയില്ലായിരുന്നു. മനുഷ്യൻ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറുമ്പോൾ അവൻ കൂടുതൽ വിനയാന്വിതൻ ആകും
എന്നാണ് നാട്ടു നടപ്പ്. മറ്റുള്ളവരോട് സ്നേഹം, ക്ഷമ, വിനയം, മര്യാദ ഒക്കെ കാണിക്കും. സത്യസന്ധത പുലർത്തും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയിൽ തലച്ചോറിന് പകരം വേറെ എന്തൊക്കെയോ ആണ്. അവിടെ ഇത്തരം വികാരങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹം പരിഹസിച്ച റിയാസിൻ്റെ അക്കാഡമിക് തലത്തിലും പൊതുരംഗത്തും ഉള്ള ക്വാളിഫിക്കേഷനുകൾ അമ്മാവനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. അതുകൊണ്ട് BJP മന്ത്രിയും കേരളത്തിലെ BJP പ്രസിഡന്റുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാവണമെന്ന് ഇല്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. അദ്ദേഹം സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ ഭാഗമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റാണ്. 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി. അതുപോലെ ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം 1ാം വർഷ പ്രീ ഡിഗ്രി പ്രതിനിധിയാണ്. 1994 ഫറൂഖ് കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായി, പിന്നീട് സെക്രട്ടറി ആയി. 96 അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അതുപോലെ DYFIയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി, അതിനുശേഷം അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയി, പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റായി. അതുപോലെ CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായി. പിന്നീട് ബേപ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 28,747 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത്. പക്ഷേ റിയാസ് മിനിസ്റ്റർ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? റോഡ് ഷോ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനോടൊക്കെ തന്നെ വ്യക്തമാക്കിയതുപോലെ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ തന്നെ വ്യക്തിപരമായി ഒഴിവാക്കിയെന്ന അർത്ഥത്തിലല്ല, മറിച്ച് സംസ്ഥാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള വലിയ തോതിലുള്ള ഒരു അധ്വാനമുണ്ട്. 5000 കോടിയിലധികം രൂപ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി നൽകി. മാത്രവുമല്ല അദ്ദേഹം NHന്റെ ഒരു റീച്ച് കോഴിക്കോട് ഭാഗത്ത് അവിടെയാണ് ഒരു റീച്ച് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ വലിയൊരു റോഡ് ഷോ നടത്തി അദ്ദേഹം ആ റീച്ചിൻ്റെ ഉദ്ഘാടനവും ചെയ്തു. പക്ഷേ ആ മരുമോൻ പേര് BJP അങ്ങ് ഏറ്റെടുത്തു. അതങ്ങനെയാണല്ലോ. ലോകത്തെ ഏറ്റവും മോശമായ കാര്യങ്ങൾ അവരത് ഏറ്റെടുത്തു. 2 ദിവസം മുമ്പ് BJPയുടെ ജനം TV നടത്തിയ ഒരു ടോക്ക് ഷോയിൽ ഒന്ന് പറഞ്ഞോ നമ്മൾ ശബരിമല വിഷയവും ഇവിടെ ഈ മതവാദവും പറഞ്ഞിരിക്കാതെ വീണ്ടും ഈ പരാമർശം വന്നു. ജനം TV ചീഫ് അനിൽ നമ്പ്യാർ ആണ് ഈ പ്രയോഗം നടത്തിയത്. മനുഷ്യനായാൽ ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ ഏതെങ്കിലും ഒരാളുടെ മരുമകൻ ഒക്കെ ആകും. അല്ലാതെ അനിൽ നമ്പ്യാരെ പോലെ ചീങ്കണ്ണി മുട്ടയിട്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഒരു പെൺകുരങ്ങ് പ്രസവിച്ചതോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ബന്ധങ്ങളൊക്കെ മറ്റുള്ളവരെ കളിയാക്കാൻ ഉള്ളതാണ്. മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരെ കൊണ്ടത് ചെയ്യാൻ കഴിയുന്നുമില്ല. അതിൽ നിന്നാണ് ഇത്തരം പ്രയോഗങ്ങൾ, മരുമോൻ പോലത്തെ പ്രയോഗങ്ങൾ വരുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ പഠിക്കുക. അത് പക്ഷേ BJPക്കാർക്ക് അത്ര എളുപ്പവുമല്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.